നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തു തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ വിമാനമിറങ്ങുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആകാശത്ത് വെച്ച് ഇന്തോനേഷ്യൻ വ്യോമസേന നൽകിയത് അതിഗംഭീര സ്വീകരണമായിരുന്നു. തെളിഞ്ഞ നീലാകാശത്ത് പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് സുരക്ഷയൊരുക്കിക്കൊണ്ട് 2 അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് അകമ്പടി സേവിച്ചത്. പ്രധാനമന്ത്രി സഞ്ചരിച്ച വിമാനത്തിന് ഇരുവശത്തുമായി ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ F-16, സുഖോയ് 13 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചു. തെളിഞ്ഞ നീലാകാശത്ത് പ്രധാനമന്ത്രിയുടെ വിമാനത്തിനൊപ്പം യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച ഇന്തോനേഷ്യയുടെ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയായി മാറി. ഇന്തോനേഷ്യ ഒരുക്കിയ ഈ സ്വീകരണത്തിന് മറ്റൊരു അന്താരാഷ്ട്ര പ്രാധാന്യം കൂടിയുണ്ട്. അമേരിക്കൻ നിർമ്മിതമായ ഒറ്റ എഞ്ചിൻ പോർ വിമാനമായ F-16 യുദ്ധകാലത്ത് അമേരിക്കയുടെ മുഖ്യ ശത്രുവായിരുന്ന റഷ്യയുടെ ഇരട്ട എഞ്ചിൻ പോർ വിമാനമായ സുഖോയ് 13 ഒരേ സമയം മോദിയുടെ വിമാനത്തിന് സുരക്ഷയൊരുക്കി ഒപ്പം പറന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ വ്യോമസേനയുടെയും പ്രധാന കരുത്താണ് സുഖോയ് 30 MKI വിമാനങ്ങൾ. ജക്കാർത്തയിൽ വിമാനമിറങ്ങിയ ഉടൻ തന്നെ ഹൃദ്യമായ സ്വീകരണമാണ് മോദിക്ക് ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ടെത്തിയാണ് സ്വീകരണം ഒരുക്കിയത്. 2018 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. ഈ സന്ദർശനത്തിൽ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തുന്ന ചർച്ചകൾ വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും, പ്രധാനമന്ത്രി വ്യക്തമാക്കി. യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംഭാനൻ ക്ഷേത്ര സമുച്ചയവും ഇരു നേതാക്കളും സന്ദർശിക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സന്ദർശനത്തിനിടെ ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹമായും അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങുന്നതിനായി ഇന്തോനേഷ്യ ഈ വർഷം മാർച്ചിൽ കരാറിലേർപ്പെട്ടിരുന്നു. ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുന്ന 2ാമത്തെ വിദേശ രാജ്യമാണ് ഇന്തോനേഷ്യ. പ്രതിരോധ മേഖലയിലെ ഈ പുതിയ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തെ അന്താരാഷ്ട്ര സമൂഹം വളരെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നു. പ്രതിരോധ വ്യവസായ രംഗത്ത് കൂടുതൽ മുന്നേറുന്നതാണ് ഇന്ത്യയുടെ നീക്കം. അതിന് ഈ സന്ദർശനം ഊർജം പകരുമെന്നാണ് വിലയിരുത്തലും. അതേസമയം തന്നെ വളരെ നിർണായകമായ കരാറിലും ഇരുവരും തമ്മിൽ ഒപ്പിടും എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. എന്തായാലും പ്രധാനമന്ത്രിക്ക് നൽകിയത് അതിഗംഭീര സ്വീകരണമാണ്. ഇതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞു. കൂടുതൽ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടും എന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രതിരോധ വ്യവസായ രംഗത്ത് ഇന്ത്യ കൂടുതൽ മുന്നേറുകയാണ് ഈ ഒരു നീക്കത്തിലൂടെ.